ഈ കണ്ടെയ്നറിന് അടുത്തേക്ക് 200 മീറ്റർ ചുറ്റളവിൽ ആരും പോകരുത് എന്നിപ്പോൾ അധികൃതർ നിഷ്കർഷിച്ചിരിക്കുന്നു, അപായ സൂചന നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ എന്തൊക്കെയോ ദുരൂഹമായ, ഇപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാം കെട്ടുകെട്ടായിട്ട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ആശങ്ക മാറ്റാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? നമുക്കറിയാം, മുൻപ് കണ്ടെയ്നറിൽ കറൻസി വന്ന കാര്യവും ഇതേ കണക്ക് കപ്പലിൽ നിന്ന് കറൻസി വന്ന കാര്യം ഒരു ആശങ്കയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിലപ്പുണ്ട്. ഇതേ കണക്ക് എന്താണ് കണ്ടെയ്നറും കപ്പൽ വഴി പോകുന്ന കാര്യങ്ങളൊന്നും ജനങ്ങളെ ദൂരീകരിക്കാൻ എന്താണ് ആ സംശയം മാറ്റിക്കൊടുക്കാൻ പറ്റാത്തത്? അപ്പോൾ ആ കണ്ടെയ്നറിനുള്ളിൽ എന്താണ് എന്ന്, രാസപദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് ഊഹാപോഹത്തിലാണ് സർക്കാർ പോലും വാർത്താമാധ്യമങ്ങൾ പോലും ഇതുവരെ പറയുന്നത്. അത് കൃത്യമായിട്ട് ഇത്ര കണ്ടെയ്നർ ഉണ്ട്, അതിൽ ഇത്ര കണ്ടെയ്നറിൽ എന്താണുള്ളത്, ഇന്ന കണ്ടെയ്നറിൽ എന്താണുള്ളത് എന്ന് ഔദ്യോഗികമായി പറഞ്ഞെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക അകലുകയുള്ളൂ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം പോർട്ടിൽ നിന്നാണ് കപ്പൽ പുറപ്പെട്ടു പോയത്. ആ കപ്പലിൽ നിന്നാണ് 600-ലധികം വരുന്ന കണ്ടെയ്നറുകൾ കടലിൽ താന്നത്. ഈ കണ്ടെയ്നറിൽ എന്താണെന്ന് ഇതുവരെയും നമ്മുടെ സർക്കാരിനോ ആർക്കും വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളറിയാം, ഒരു ട്രെയിനിൽ ലഗേജ് കയറ്റിവിട്ടാൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിനകത്ത് കാർഗോ കയറ്റിവിട്ടാൽ ഇതിനെല്ലാം തന്നെ അതിന് വിശദമായ വിവരങ്ങൾ നമുക്ക് മണിക്കൂറുകൾക്കകം നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഇത്രയും നേരമായിട്ടും പ്രദേശവാസികൾ, കേരളത്തിലെ കൊല്ലത്തെയും ആലപ്പുഴയിലും തീരപ്രദേശങ്ങളിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ആശങ്ക മാറ്റാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? നമുക്കറിയാം, മുൻപ് കണ്ടെയ്നറിൽ കറൻസി വന്ന കാര്യവും ഇതേ കണക്ക് കപ്പലിൽ നിന്ന് കറൻസി വന്ന കാര്യം ഒരു ആശങ്കയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിലപ്പുണ്ട്. ഇതേ കണക്ക് എന്താണ് കണ്ടെയ്നറും കപ്പൽ വഴി പോകുന്ന കാര്യങ്ങളൊന്നും ജനങ്ങളെ ദൂരീകരിക്കാൻ എന്താണ് ആ സംശയം മാറ്റിക്കൊടുക്കാൻ പറ്റാത്തത്? ഇത്രയ്ക്കും മനസ്സിലാക്കാൻ ഈ നമ്മുടെ രാജ്യത്തിലെ, നമ്മുടെ കേരളത്തിലെ തുറമുഖ മന്ത്രിയാവട്ടെ, നമ്മുടെ മറ്റുള്ള ഫിഷറീസ് മന്ത്രിയായിട്ട് ഒന്നും തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും അറിയുന്നില്ല. ജനങ്ങളെ അടുത്തു പോകരുത്, അവരെ ഭീതിപ്പെടുത്തുന്ന ഒരു വാക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവർക്ക് ഇതിന് കാവൽ നിൽക്കണം, അവർക്കും തൊടാനോ അല്ലെങ്കിൽ ഇത് മാറ്റി ഒരു സ്ഥലത്ത് മാറ്റി വെക്കാനോ ഒന്നും തന്നെ ഒരു അവകാശമില്ല. നോക്കിക്കൊണ്ട് നിൽക്കണം, ജനങ്ങൾ അതിനടുത്തോട്ട് പോകരുത്. എന്തായാലും ഈ കപ്പൽ വഴി, നമ്മൾ ഈ തുറമുഖം വഴി അല്ലെങ്കിൽ കടൽ വഴി കടന്നു പോകുന്നത് എന്താണ്, അതിന് വെളിപ്പെടുത്താൻ പറ്റാത്ത അദൃശ്യമായ കാര്യങ്ങളാണോ ഇത്രയും നേരമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാത്രി മുതൽ കൊല്ലം ആലപ്പുഴ കടത്തീരങ്ങളിൽ ഇങ്ങനെ കണ്ടെയ്നറുകൾ അടിഞ്ഞു വരികയാണ്. കടലിൽ പോയ 500ഓളം കണ്ടെയ്നർ. ഇന്ന് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്ക് ആശങ്ക അകറ്റാൻ പറ്റുന്ന ഒരു കാര്യവും ഉണ്ടായില്ല. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ പത്രദ്വാര നമ്മൾ അറിഞ്ഞത്, വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത്, കടലിൽ ഒരു കപ്പൽ മുങ്ങിത്താണുവെന്നും ആ കപ്പലിലുണ്ടായിരുന്ന ഏകദേശം 634ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണെന്നും അത് കേരള തീരത്ത് അടിയുമെന്നുമാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ രാത്രി 1 മണിക്ക് ആദ്യത്തെ പിന്നെ നമ്മുടെ കരുനാഗപ്പള്ളി ആലപ്പാട് ആദ്യത്തെ കണ്ടെയ്നർ അടിഞ്ഞു. തുടർന്ന് ഇപ്പോൾ ഈ നിമിഷം വരെയും എനിക്ക് ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ കൊല്ലം ബീച്ചിൽ ഇപ്പോൾ ഒരെണ്ണം അടിഞ്ഞിട്ടുണ്ട്, തിരുമുല്ലവാരം കടപ്പുറത്ത് 2 എണ്ണം അടിഞ്ഞിട്ടുണ്ട്, ശക്തികുളങ്ങരയിൽ ഏകദേശം 20-ൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇതുവരെ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ കണ്ടെയ്നർ അടിയുന്നതെന്ന് നമ്മൾ തമാശയായിട്ട് പറയാമെങ്കിലും അത് വളരെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. കാരണം ഈ കണ്ടെയ്നറിനുള്ളിൽ ചില രാസപദാർത്ഥങ്ങളുണ്ട്, രാസവസ്തുക്കളുണ്ട്, അവ കടലിൽ കലങ്ങാൻ സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നറിന് അടുത്തേക്ക് 200 മീറ്റർ ചുറ്റളവിൽ ആരും പോകരുത് എന്നിപ്പോൾ അധികൃതർ നിഷ്കർഷിച്ചിരിക്കുന്നു, അപായ സൂചന നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ എന്തൊക്കെയോ ദുരൂഹമായ, ഇപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാം കെട്ടുകെട്ടായിട്ട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പം ഈ കണ്ടെയ്നറിനുള്ളിൽ നിന്ന് രാസവസ്തുക്കൾ കടലിൽ കലങ്ങിയിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഈ വന്നു കയറുന്ന പല കണ്ടെയ്നറും ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ്, ഇതിനകത്തൊന്നുമില്ല, ഇതെല്ലാം തകർന്ന് കഷ്ണമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ കടലിൽ കലങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അത് രാസപദാർത്ഥങ്ങളാണെങ്കിൽ അത് കടലിൽ വസിക്കുന്ന മീനുകൾക്കും മറ്റ് പിന്നെ ജീവജാലങ്ങൾക്കും, കടലിലുള്ള ജീവജാലങ്ങൾക്കും വളരെ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളെ വരെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് ഇത് മാറും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകൾ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്, സാധാരണക്കാരായ ആളുകൾക്കുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഒരു ഔദ്യോഗികമായ ഒരറിയിപ്പും സർക്കാർ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഒരു കപ്പലിൽ ഒരു കാർഗോ ഷിപ്പ് ചെയ്യണമെങ്കിൽ അതിനകത്ത് സ്വാഭാവികമായിട്ട് അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വിശദമായ ലിസ്റ്റ് അനുസരിച്ചാണ് ഓരോ കപ്പലിലും ഓരോ കാർഗോയും ഓരോ കണ്ടെയ്നറും ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടെയ്നറിനുള്ളിൽ എന്താണ് എന്ന്, രാസപദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് ഊഹാപോഹത്തിലാണ് സർക്കാർ പോലും വാർത്താ മാധ്യമങ്ങൾ പോലും ഇതുവരെ പറയുന്നത്.
അത് കൃത്യമായിട്ട് ഇത്ര കണ്ടെയ്നർ ഉണ്ട്, അതിൽ ഇത്ര കണ്ടെയ്നറിൽ എന്താണുള്ളത്, ഇന്ന കണ്ടെയ്നറിൽ എന്താണ് ഉള്ളത് എന്ന് ഔദ്യോഗികമായി പറഞ്ഞെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക അകലുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഈ കണ്ടെയ്നറുകൾ ഈ തീരത്തടിഞ്ഞതിന് അവിടെ 2-4 പോലീസുകാരെ 2 വശത്ത് കാവൽ നിർത്തി അവരെയും കൂടെ ഈ പെരുമഴ സമയത്ത് അവരെയും കൂടെ മെനക്കെടുത്തുന്നതല്ലാതെ അതിന് ആധികാരികമായ മറ്ററിയിപ്പുകളൊന്നും ഔദ്യോഗികമായി നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പോൾ അതെന്താണ് എന്നുള്ളത് സർക്കാർ ജനങ്ങളറിയത്തക്ക രീതിയിൽ, ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന രീതിയിൽ അറിയിക്കണം. ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട്. ആ ആശങ്കകളെല്ലാം ദൂരീകരിക്കണം. അതിന് വേണ്ടുന്ന അടിയന്തര നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. മന്ത്രിമാർ ഔദ്യോഗികമായി തന്നെ, അല്ലെങ്കിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഔദ്യോഗികമായി തന്നെ ഇത്തരം കാര്യങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നടത്തണം. അക്കാര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ MLA ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലം ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. അവർ ഈ സ്ഥലം സന്ദർശിച്ച് ഇത്തരം കാര്യങ്ങൾ എന്തുവാന്ന് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലുകളുമായിട്ട് സംസാരിക്കണം. ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അത്തരം കാര്യങ്ങളൊന്നും അധികൃതർ ചെയ്യുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ അത് ഇവർ എന്തോന്നുള്ള കാര്യം പോലും ഒന്നും പറയാതെ ആരും എടുക്കരുത് അടുത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഈ ജനത്തിനെ എന്തിനെങ്ങനെ പേടിപ്പിക്കുന്ന എന്തിനാ? പക്ഷെ അതൊരു കഷ്ടമാണ്. പക്ഷേ എന്തെങ്കിലും തന്നെ ഇവിടെ പാവം കുറച്ച് പോലീസുകാർ മാത്രമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ തണുപ്പെല്ലാം അടിച്ച് അവധങ്ങളും ചുരുളുണ്ടെങ്കിൽ ഗതികേട് വരും. ഇതെന്തെങ്കിലും ആധികാരികമായിട്ട് പറയാൻ ആരെങ്കിലും വല്ല മന്ത്രിമാരോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ വന്ന് എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ ഒരു സമാധാനപ്പെടുത്താനുള്ളൊരു പോയ കപ്പലിന് പേരും അഡ്രസ്സും ഉണ്ട്. അപ്പോൾ കപ്പലിലെ കണ്ടെയ്നർ ഇത്ര എണ്ണം ഉണ്ട്. അതിൻ്റെ മോലാളി എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ അവർ രാജ്യത്തോട് വിളിച്ച് ചോദിക്കാം എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്ന്. ഇത് ജനത്തിനായിട്ട് പേടിപ്പെടുത്തുന്നു. എന്താ ചെയ്യാനാ? എന്നിട്ട് പറയുന്ന സ്പോഞ്ചാണ്, പിന്നെ എന്താ, പിന്നെ റോളാണ്, പേപ്പറാണ്, പത്രത്തിനുള്ള പേപ്പറൊക്കെയാ എന്നും പറഞ്ഞ് ജനത്തിനെ വരട്ടുക. ഇതും പറയുന്നുണ്ട്. നല്ലപ്പോൾ ഇങ്ങനെ സംഭവം കാണില്ല. നമുക്ക് നമ്മളെ ഓർമ്മയിൽ ഇങ്ങനത്തെ സംഗതി ഉണ്ടാകില്ല. അപ്പോൾ എന്തെങ്കിലും ആകുലതകളോ ആശങ്കകളോ വിഷമങ്ങളോ ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം? എന്തോന്നുള്ള അറിയാൻ പറ്റില്ല. നമുക്ക് വിഷമമെന്ന് പറയാൻ പോകും. എന്തെങ്കിലും ഉണ്ടെന്നല്ലെങ്കിലും പറയാൻ അറിയാതെ പറയാൻ പറ്റില്ല. അതെ അതെ. കണ്ടെയ്നർ ഇങ്ങനെ അടിഞ്ഞതായിട്ട് അറിഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സംഭവം. എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നുന്നില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നിൽക്കുക ഇവിടെ. സാധനം എടുത്തോണ്ട് പോകാൻ വന്നതാണ്? ഇല്ല എടുത്തോണ്ട് പോകാനല്ല, അത് എടുത്തുകൂടല്ലോ, പോലീസ് നിൽപ്പുണ്ട് അവിടെ എല്ലാം. അല്ല, ഈ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാണല്ലോ അവർ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അവർക്ക് ഒരു പേടിയും ഭയമൊന്നും കാണാം. നമുക്ക് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും പേടിയോ ഭയോ? നമുക്ക് പേടിയൊന്നുമില്ല. പിന്നെ നമ്മൾ അടുത്ത് വന്നപ്പോഴേ കാണാനൊരു ഇത്, അതങ്ങനെ ഞങ്ങൾ വന്നതാ. ഇതൊരു അതിശയമല്ലേ? കാര്യം എന്ന് വെച്ചാൽ കടലിൽ കൂടെ പോയ ഒരു കണ്ടെയ്നർ നമ്മളെ വീട്ടിനടുത്ത് നമ്മളെ കാണാനായിട്ട് വന്നെനിക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് വന്നതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. എന്ന് വെച്ചാൽ കടലിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ ബന്ധപ്പെടാറുണ്ട്. എത്രയോ ബോട്ടുകൾ പോയിട്ടുണ്ട് ഇവിടെ. എത്രയോ ബോട്ടുകൾ. അല്ല, വർഷങ്ങളായിട്ട് ഇവിടെ ബലി തർപ്പണം നടത്തുന്ന ഒരു സ്ഥലം കൂടെ, വളരെ പുണ്യ സ്ഥലമല്ലേ. അപ്പം കടലിൽ എന്ത് സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചാലും തിരുമുല്ലാവാരത്ത് പ്രതിഫലിക്കും, ഉറപ്പായിട്ടും പ്രതിഫലിക്കും. സുനാമി വന്നപ്പോൾ പോലും ആദ്യം കണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ഞാൻ മാത്രമേ വിളിച്ച് പറയുന്നേ, ഇതേപോലെ നിങ്ങൾ ആ ഒരു കാണാൻ വയ്യാത്തൊരു കാഴ്ച കാണാൻ. എന്നിട്ട് എനിക്ക് ട്രിവാൻഡ്രത്ത് പോകണമായിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോൾ അവിടെ തോട്ടം ഇവിടെ എത്തിയപ്പം തോന്നക്കിലെത്തിയപ്പം മോൻ വിളിച്ച് പറയുന്ന എല്ലാവരും ഇവിടുന്ന് മാറണമെന്ന് അനൗൺസ്മെൻറ്റ് വരുന്നു. ഞാൻ പിന്നെ തിരിച്ച് കാർ വിട്ടു വന്നു. ഇവിടെ തിരിച്ചു വന്ന് നോക്കിയപ്പം ഇവിടെ മൊത്തം വെള്ളം, ഒരു ഭാഗം മൊത്തം വെള്ളം കയറിയിരിക്കുക. ഈ കുളത്തിൻ്റെ മേല് പോയി. വലിയ നഷ്ടമൊന്നും വന്നില്ല. പക്ഷെ വേറെ ഉണ്ട് ഒരു പ്രത്യേകത ഉള്ളത്. ഈ ലൈൻസിൻ്റെ ബിൽഡിംഗ് കെട്ടിക്കുക, അവർ എങ്ങോട്ടോ അന്വേഷിച്ചപ്പോൾ ഈ ഏരിയയിൽ ഒരിക്കലും കടൽ വലുതായിട്ട് കയറില്ല എന്നുള്ളതാണ്. കരയിലോട്ട് കയറാൻ സാധ്യത കുറവാണ്. എന്തോ ഒരു പ്രത്യേക പരീക്ഷണത്തിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവർ ആ ബിൽഡിംഗ് കെട്ടിയത്, ലൈൻസിൻ്റെ ബിൽഡിംഗ് അവിടെ കെട്ടാൻ കാശിറക്കിയത്. അതുകൊണ്ട് പ്രദേശം കുഴപ്പമൊന്നും വരത്തില്ല. കടലൊന്നും വലുതായിട്ട് കയറത്തൊന്നുമില്ല. ഇനി എന്നാലും ഇതൊരു പുണ്യ സ്ഥലമാണ്. ഇപ്പം ഈ ഇത് വരുമ്പോൾ
കടൽപ്പാല വരുമെന്ന് പറയുന്നത് കേട്ടു, തീരദേശ റോഡായിട്ടുള്ളത്. അതാകുമ്പോൾ ഒരു നല്ല കുറേ കൂടെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും, കുറേ കൂടെ ഭംഗിയാവും, കുറേ കൂടെ ആൾക്കാർ പ്രദേശത്തേക്ക് വരും. ഒരു വലിയ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം. എല്ലാവരെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്ര ഭഗവാന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ളത്. ഈ ടൂറിസം റിസോർട്ട് വരുന്നതുകൊണ്ട് നമുക്കിവിടെ ദോഷമൊന്നുമില്ല. അവർ വന്നിട്ട് അവരുടെ കാര്യം നോക്കി അവരങ്ങ് പോയിക്കോളും, അത് പ്രശ്നമൊന്നുമില്ല.